it's me Halida and welcome back to my YouTube channel. കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തത് ഇൻ്റർവ്യൂവിന് പോയ ദിവസമാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂട്ടോ. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഫസ്റ്റ് ഇൻ്റർവ്യൂ, ഓൺ സൈറ്റ് ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അന്നത്തെ ഒരു വ്ളോഗ്, ഒരു കുഞ്ഞു വ്ളോഗാണ്. കണ്ടു നോക്കണം കേട്ടോ. ഇന്നിപ്പം June 4th ആണ്. കുറച്ച് ദിവസമായി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ മടിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, റൂമിൽ തന്നെയുള്ള ഒരു സാധാ ദിവസമാണ്. ഓൾസോ ഞാൻ ഈ വീഡിയോയിൽ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരാവേ. അപ്പോൾ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ചായ ആദ്യം തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ വേഗം സ്കിൻ കെയർ ചെയ്യാമെന്ന് ഓർത്തു. ഓൾസോ ഇന്ന് ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ 2-3 വീഡിയോസായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു, തേർഡ് റൗണ്ട് കഴിഞ്ഞു. അങ്ങനെ തേർഡ് റൗണ്ട് കഴിഞ്ഞത് May 22 ആയിരുന്നു. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് June 4th ആണ് കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ June 3rd എനിക്ക് അവർ സൈഡിൽ നിന്നുള്ള റിപ്ലൈ വന്നു. അതിനെ പറ്റിയൊക്കെ ഞാൻ ഇന്ന് പറയാം. ഓക്കെ, സോ ഞാൻ ഭയങ്കര ഗ്ലൂമി ആയിട്ടായിരുന്നു ഇരിക്കണത്. ഒരു സുഖം ഉണ്ടായില്ല. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ഓൾസോ എൻ്റെ ഹെയർ കണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. 2-3 ദിവസം മുന്നെയാണ് ഹെയർ വാഷ് ചെയ്തത്. അപ്പം ഉള്ള പോലെയാണ് മുടി ഇരിക്കുന്നത്. മുടിയൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സോ 3 റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഓൺ സൈറ്റ് ആണല്ലോ ലാസ്റ്റ് കഴിഞ്ഞത്. അപ്പം ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ചെയ്തത് നന്നായിട്ട് ചെയ്തു എന്ന് എനിക്കൊരിതുണ്ടായിരുന്നു. പിന്നെ അവരങ്ങനെ ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ട് ലാസ്റ്റ് റൗണ്ടിൽ, അങ്ങനെയൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ വളരെ കോൺഫിഡൻസിലായിരുന്നു. അപ്പം ഞാൻ എന്താ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വരും എന്ന് വെച്ചാൽ ഫ്രൈഡേ ആയിരുന്നു നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മൺഡേ ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ പിന്നെ എൻ്റെ ചുറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഫ്രൈഡേ ഈവനിങ് ഒരു 4:30 വരെയൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ മൺഡേ ഒന്നും എന്തായാലും വരില്ല, ഒരു 1 വീക്ക് ടൈം കൊടുക്കുക. അപ്പം ഞാൻ ആ ഒരു മൺഡേയും ട്യൂസ്ഡേയും ഞാൻ എക്സ്പെക്ട് ചെയ്തു. പിന്നെ ബുധനും വ്യാഴമൊക്കെ ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വരണ്ടാവില്ല. വെള്ളിയാഴ്ചയായി, പിന്നെ ഒരു ശനി ഞായറും കഴിഞ്ഞു. ദെൻ മൺഡേ എന്ന് വെച്ചാൽ ഈ മൺഡേ ഇന്ന് ബുധനല്ലേ? ഇന്ന് ബുധനാണോ വ്യാഴമാണോ? ഇന്ന് വ്യാഴം. അപ്പം ഈ മൺഡേ ഞാൻ എക്സ്പെക്ട് ചെയ്തു. മൺഡേ വന്നില്ല, ട്യൂസ്ഡേ വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതെന്താ. അപ്പോഴത്തേക്ക് അവനൊക്കെ എന്നോട് പറയാൻ തുടങ്ങി അത് ബാഡ് സൈൻ ആണ്, അവർക്ക് ഉണ്ടെങ്കിൽ അവരിപ്പോഴേക്ക് പറയും എന്നൊക്കെ. അങ്ങനെ ഇന്നലെ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് അവർ മെയിൽ അയച്ചു സെയിങ് ദാറ്റ് ദേ മൂവ് ഫോർവേഡ് വിത്ത് അനദർ കാൻഡിഡേറ്റ്. ഒരു ഫീഡ്ബാക്ക് സെഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇന്നലെ ഇത് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വളരെയധികം സങ്കടത്തിലായിരുന്നു. എന്താ അറിയില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയിരുന്നു. പിന്നെ അതൊക്കെ ഇതിൻ്റെ പാർട്ടാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആശ്വസിക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും മൂഡ് ഉണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരുമാതിരി മൂടിയായിട്ട് ഇരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത്. ഓൾസോ ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 1 month ആയിട്ട് ഒരു April 30th മുതലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് ആൻഡ് ദെൻ May 22 ആയിട്ട് തേർഡ് റൗണ്ട്. അപ്പോൾ ഞാനൊരു 1 month ആയിട്ട് വേറെ ജോലിക്കൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അതെൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്. ഞാൻ ആദ്യത്തെ 2 weeks ഞാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വേറൊരു ടൈം ഞാനൊന്നിനും ഡെഡിക്കേറ്റ് ചെയ്തില്ല. പിന്നെ മടിയായി. അങ്ങനെ ഒരു 1 month ഇപ്പോൾ നമ്മൾ പിന്നെയും ഈ ജോബ് ഹണ്ടിങ് മാറി. അതെന്ന് പറഞ്ഞാൽ വലിയൊരു സമയമാണ്. നമ്മളൊരു നല്ലൊരു ടൈമാണ് പോയത്. ഇനിയിപ്പം ഇവിടെ സമ്മർ വെക്കേഷനാണ് വരുന്നത്. അപ്പം റിക്രൂട്ട്മെൻ്റ് ഒന്നും അത്ര ഫാസ്റ്റ് ആയിട്ട് നടക്കൂല. അതുകൊണ്ട് എനിക്ക് അറിയില്ല എത്ര കൊണ്ടിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യം ഉണ്ടാകുന്നു. പക്ഷേ വി ഹാവ് ടു ബക്കിൾ അപ്പ് ആൻഡ് എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് വെച്ചാൽ ചെയ്യണം. അപ്പോൾ അതിനെ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ഒക്കെ ചെയ്യണം. നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളിപ്പം ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ഫ്രഷറായിട്ട് ഫസ്റ്റ് ജോബിൽ എങ്ങനെ ലാൻഡ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് മാത്രമല്ല കമൻറ്റ് സെക്ഷൻ കാണുന്ന ആൾക്കാർക്കും അത് ഹെൽപ്ഫുൾ ആവും. എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാൻ മാത്രം ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ ഇൻ്റർവ്യൂ കോൾസ് വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ HR ആയിട്ടുള്ള ഫീഡ്ബാക്ക് സെഷൻ എന്തായാലും പോകാമെന്ന് വിചാരിക്കേണ്ടത്. അത് June 5th എന്ന് വെച്ചാൽ നാളെ. അത് കഴിഞ്ഞിട്ട് അവരെന്താണ് ഫീഡ്ബാക്ക് ആയിട്ട് പറയണതെന്ന് നോക്കിയിട്ട്, ഓൾസോ അവരെന്തുകൊണ്ട് ഫസ്റ്റ് പൊസിഷനിൽ എനിക്ക് ആ ഫസ്റ്റ് 2 റൗണ്ട് ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്തു, എസ്പെഷ്യലി ഫസ്റ്റ് റൗണ്ട് ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്തു എന്നുള്ളതൊക്കെ ഒന്ന് ചോദിക്കണം. എന്തുകൊണ്ട് തേർഡ് റൗണ്ട് ക്ലിയർ ചെയ്തില്ല എന്ന് ചോദിക്കണം. അതൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ വൺസ് അതിനെപ്പറ്റി എനിക്കൊരു ധാരണ കിട്ടിയിട്ട് ഞാൻ അതൊക്കെ നിങ്ങളായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ഇന്നലെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കുറച്ചേരം ഞാൻ ഇരുന്ന് കരഞ്ഞു. ഇന്നലെ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ
പിന്നെ എനിക്കൊരു മൂഡ് വന്നില്ല. അതുകൊണ്ട് ഇന്നലെ ഞാൻ ജോലിക്കൊന്നും അപ്ലൈ ചെയ്തില്ല. കുറച്ച് ജോലികളൊക്കെ ഇങ്ങനെ ലിങ്ക്ഡിനിലൊക്കെ സേവ് ചെയ്തിട്ടു. ഈ വീക്ക് കഴിഞ്ഞിട്ട് ജൂൺ 8 മുതൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾസോ ഈ വീക്ക് നല്ല ഇനിയുള്ള കുറച്ച് ദിവസം കുറച്ചധികം ടൈറ്റ്ലി പാക്ഡ് ആണ്. നാളെ ആൻസിയുടെ ഗ്രാജുവേഷൻ ആണ്. നാളെ തന്നെയല്ലേ? എനിക്കൊരു സംശയം, ഞാൻ പറയുന്ന ദിവസം തെറ്റാണോ എന്നുള്ളത്. ഇന്ന് തേഴ്സ്ഡേ ആണെങ്കിൽ നാളെ ഫ്രൈഡേ. ഇന്ന് തേഴ്സ്ഡേ ആണെന്ന് എനിക്ക് തോന്നുന്നു. തേഴ്സ്ഡേ ആണെങ്കിൽ ജൂൺ 5 ആൻസിന്റെ ഗ്രാജുവേഷൻ ആണ്. ആൻഡ് ജൂൺ 6 ഡാൻസ് ക്ലാസ്സിലെ ടേം എൻഡ് ഇവന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ജൂൺ 8 എൻ്റെ ബർത്ത്ഡേ ആണ്. സോ എല്ലാം കൂടെ ആയിട്ട് കുറച്ച് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വീക്ക് പോകുന്നത്. ചായ തിളച്ച് തുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പം ഞാൻ വേഗം ഈ ചായ ഉണ്ടാക്കട്ടെ. ഓൾസോ എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പുമാവ് ഇരിക്കുന്നുണ്ട്. അപ്പം അതാണ് ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് എല്ലാ ദിവസവും ഞാൻ രാവിലെ കുറച്ച് ബോഡി മിസ്റ്റ് അടിക്കും എനിക്ക് ഒരു സുഖത്തിന് വേണ്ടിയിട്ട്. എനിക്ക് കുറേ കാര്യം ചെയ്യാണ്ട്, പക്ഷെ ഐ എം നോട്ട് ഗെറ്റിംഗ് ദ എനർജി ടു ഡു എനിത്തിങ്. അതാണ് ഇന്നത്തെ അവസ്ഥ. എനിക്ക് അലക്കിയ തുണികൾ മടക്കി വെക്കാണ്ട് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടതേ എൻ്റെ ലോണ്ടറി ബാഗ് അവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് കുറേ മടക്കി വെക്കാനുള്ള തുണിയുണ്ട്. പിന്നെ എനിക്ക് അയൺ ചെയ്യാനുണ്ട് നാളെ എന്താ ഇടണ്ടേന്ന് ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ആകപ്പാടെ ഞാനങ്ങോട്ട് തകർന്നു പോയി. ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി ഇന്നലെ ആ മെയിൽ കണ്ടിട്ട്. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് പൊതുവെ ഇങ്ങനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര റോ ആയിട്ടാണ് സംസാരിക്കണം, നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, ഞാൻ ഈ ഫോണൊക്കെ വാങ്ങുന്നതിന് മുന്നേ ഫോണിൻ്റെ കേസ് വാങ്ങി വെക്കും. ഈ ലാപ്ടോപ്പൊക്കെ വാങ്ങുന്നതിന് മുന്നേ ലാപ്ടോപ്പിൻ്റെ സ്ലീവ്സ് വാങ്ങി വെക്കും. അപ്പം അതുപോലെ ഞാൻ ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോണതിന് മുന്നേ തന്നെ എൻ്റെ മനസ്സ് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ പോയി, പക്ഷേ അത് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്തു. അവിടെ എനിക്ക് എന്തായാലും ജോലി കിട്ടും എന്നുള്ള രീതിയിൽ കുറച്ച് ഫണ്ണിയായിട്ട് നിങ്ങൾക്ക് കുറച്ച് പേർ കയ്യിൽ തോന്നും. ഞാനിത് പറയുമ്പം ഐ എക്സ്പെക്ട് എൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ അത് കേട്ട് സാരമില്ല എന്ന് പറയും. അപ്പം അവനോട് ഞാൻ പറയുകയാണെങ്കിൽ അവനിരുന്ന് ചിരിക്കും. അപ്പം ഞാൻ ഇറിറ്റേറ്റഡ് ആവും. പക്ഷെ ഇന്നലെ കുറച്ച് നേരം ഞാൻ വിഷമിച്ച് കുറച്ചധികം നേരം ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. പിന്നെ ഞാൻ എൻ്റെ ക്യാമറ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇവിടേക്ക് ഫുൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കുറച്ച് എസ്തെറ്റിക്കായി. അപ്പം എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രമായിട്ട് കൊണ്ടുപോകാം. ജസ്റ്റ് ഇത് മാത്രമായിട്ട് എനിക്ക് കയ്യിലെടുക്കാം. ഇതൊരു ക്യാമറ ഇട്ട് വർക്ക് ചെയ്യും. അപ്പം എനിക്കിത് ഭയങ്കര ഒരു സന്തോഷം തന്നു. ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് ബോറായിരുന്നു ഇന്നലത്തെ അവസ്ഥ. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോഴും കുറച്ച് ബോറായിട്ടാണ് ഞാൻ എണീച്ചത്. എന്നാൽ രാത്രി ഞാൻ കുളിച്ചൊക്കെയാണ് കിടന്നത്. അപ്പോൾ ഞാൻ കുളിച്ച് വെച്ച മേലൊക്കെ കഴുകിയിട്ടാണ് കിടന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വ്ളോഗ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളത്. അല്ലാണ്ട് ഞാൻ ഇന്ന് അങ്ങനെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ പ്ലാനർ എടുത്തിട്ടില്ല, ഒന്നും ഡേ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നോക്കിയപ്പം ഫുഡ് ഇവിടെ ഇരിപ്പുണ്ട്. ലഞ്ചാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണെങ്കിലും ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ആ കാര്യങ്ങൾ സോർട്ടഡ് ആണ്. വേസ്റ്റ് കളയാനില്ല, അതൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് ഉണ്ടെന്ന്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം, ഡ്രസ്സൊക്കെ അയൺ ചെയ്യണം, അതൊക്കെ ചെയ്യാം. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ. ഇതിനകത്ത് അങ്ങനെ ഹാപ്പനിങ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് പുറത്ത് നടക്കാൻ പോവാം, നോക്കാം. അത് എനിക്ക് ഫീൽ ചെയ്യാറില്ല ഒരിക്കലും. പക്ഷേ ഇന്ന് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് പോയി നോക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ഞാനിപ്പം 1-2 വീഡിയോസ് കാണുമായിരുന്നു. ഞാനിപ്പോൾ സ്ക്രോളിങ് കുറവാണ്. ഇൻസ്റ്റഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്യുന്നത് കുറവാണ്. ഇൻസ്റ്റഡ് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ലോങ് വ്ളോഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കാണും. ഓൾസോ ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ആ മെയിലിന് ശേഷം എൻ്റെ ആ മൂഡും പോയി. എനിക്ക് സീരീസ് കണ്ട അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. എനിക്കങ്ങനെ ഒറ്റ എപ്പിസോഡ് മാത്രമൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. എനിക്കതിങ്ങനെ കണ്ടിന്യൂസ്ലി കാണാം. അപ്പം ഇനിയിപ്പം ജൂൺ 8 മുതൽ ജൂൺ 8 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ല അന്ന് തൊട്ട് ഞാൻ ബാക്ക് ടു ആ ഒരു ജോബ് ഹണ്ടിങ് ട്രാക്കിലേക്ക് വരണമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്താൽ അത് എൻ്റെ ആരോഗ്യത്തിന് നല്ലതായിരിക്കില്ല. പിന്നെ വേറെ എന്താ, കുറച്ച് സൂര്യനൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ കുറച്ച് വ്ളോഗ്സൊക്കെയാണ് കാണാറ്. ആൻഡ് എൻ്റെ കയ്യിൽ കുറേ അധികം SSD ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ മുന്നേ ട്രാവൽ ചെയ്തിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലിപ്സ് വെച്ചിട്ട് കുഞ്ഞി ഇങ്ങനത്തെ റീൽസ് അല്ല, കുഞ്ഞി ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സ് ഉള്ള എന്തെങ്കിലും വീഡിയോസ് ഉണ്ടാക്കിയാലോ, കുറച്ച് കളർ ഗ്രേഡിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി. അങ്ങനെ എൻ്റെ തലയിലൊരു കാര്യം ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അതിന് ഞാൻ സമയം കണ്ടെത്തുന്നുള്ളതൊക്കെ ഐ ഡോണ്ട് നോ. അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ മാക്സിമം സങ്കടം പറഞ്ഞ് പക്ഷെ സങ്കടപ്പെടാണ്ട് ഇരിക്കാൻ നോക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഓക്കെ, സോ
എന്താണ് ഇപ്പോൾ ചെയ്യാം, എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാം, എനിക്കൊന്നും ചെയ്യാനോ ഫീൽ ചെയ്യുന്നില്ല. ചുമ്മാ ഇങ്ങനെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ തൽക്കാലം കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് എൻ്റെ SSD ഒക്കെ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് അതിനകത്ത് ഏതൊക്കെ വീഡിയോസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് നോക്കിയതിന് ശേഷം ഐ തിങ്ക് നമുക്ക് ആ ബാക്കിലിരിക്കണ അത് മടക്കി വെക്കാം. സോ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി. ഇന്നലെ മെഞ്ഞാന്നുമായിട്ട് മഴയാണ്, ഇന്നും മഴയാണ്. റൂം മേക്ക് ഓവറിൻ്റെ സമയത്ത് ഞാൻ ആശിച്ച് മോഹിച്ച് വെച്ചതാണ് ഈ പെഗ് ബോർഡ്. പഴയ എൻ്റെ കോറിഡോർ റൂമിലുള്ള സമയത്തും എൻ്റെ കയ്യിൽ പെഗ് ബോർഡ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിട്ട് ചുമരിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇവിടുത്തെ ചുമരിൻ്റെ മുകളിൽ ഇത് എങ്ങനെ വെച്ചിട്ടും താഴെ വീണു. എത്രയോ പ്രാവശ്യം ഇത് താഴെ വീണു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് നേരെ കൊണ്ട് വെക്കും. നേരെ വെക്കുമ്പോൾ പിന്നെ ഒരു അടുപ്പിച്ചൊരു 5-6 ദിവസം നേരെ നിൽക്കും, പിന്നെ ഇത് വീഴും. ഒരുപാട് ഡബിൾ സൈഡ് ടേപ്പ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയണം കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നുള്ള വെയിറ്റ് ഒക്കെ എടുത്തിട്ട് റൈറ്റ് സൈഡിൽ മുകളിലേക്ക് ബാലൻസ് ചെയ്യാൻ നോക്കി. ഓൾസോ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കുറേ അധികം പ്രോക്രിയേറ്റ് ട്യൂട്ടോറിയൽസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ റീസെൻ്റ്ലി വരച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസ് അല്ലല്ലോ വരച്ചിട്ടുള്ള കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ട്യൂട്ടോറിയൽസ് നോക്കിയിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ. അപ്പം ഭയങ്കര ഒരു രസമുള്ള പരിപാടിയാണ്. ഈവനിങ് ഒക്കെ ആയിട്ട് ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി വന്നതിന് ശേഷം കുറച്ച് കോസി ആയിട്ട് ഇരുന്നിട്ട് ചിത്രം വരയ്ക്കുക എന്നുള്ളത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ്. ഇതൊക്കെ റീസെൻ്റ്ലി ലാസ്റ്റ് ഒരു 2 months വരച്ചിട്ടുള്ളതാണ്. അതിൽ ആ സ്നോ പിക്ചറില്ലേ, ഒരു സ്കാൻഡിനേവിയൻ അല്ലെങ്കിൽ ഒരു നോർവേ ലുക്കൊക്കെയുള്ള പിക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നങ്ങനെ വലിയ രീതിയിൽ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ഒരു ദിവസം ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല. കുറച്ച് നേരം മൂവിയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അയൺ ചെയ്യാം. നാളെ എന്തായാലും ആൻസിൻ്റെ ഗ്രാജുവേഷന് പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഔട്ട്ഫിറ്റ് വേണമായിരുന്നു. അത് ഇന്ന് തന്നെ അയൺ ചെയ്ത് വെച്ചാൽ രാവിലെ എണീച്ചിട്ട് അതിൻ്റെ ഹരിവരി ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ അത് അയൺ ചെയ്ത് ഞാൻ ടെമൂന്ന് വാങ്ങിയതാണ്. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടി. വാങ്ങി ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിണ്ടായില്ല. ഞാൻ റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഒരു റെഡ് ഷൂസും ബാഗും ഉണ്ട്, അത് വെച്ച് പെയർ ചെയ്ത് നോക്കിയാൽ. അങ്ങനെ അത് എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇട്ട് കഴിഞ്ഞപ്പോഴും എനിക്കത് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ പോയിട്ട് മേലൊക്കെ കഴുകി. അപ്പോൾ ഞാൻ കുറച്ച് വായിക്കാനൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞാനിരുന്ന് വായിച്ച് എന്നിട്ടാണ് ഞാൻ രാത്രി കിടക്കാറ്. പക്ഷെ ഇപ്പോൾ രാത്രി ആയാലും ഇതേപോലെ വെളിച്ചുണ്ടാവും, പെട്ടെന്നൊന്നും അങ്ങോട്ട് ഇരുട്ടാവില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം പോയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ബാക്കി വീഡിയോസൊക്കെ ചാനലിൽ കയറിയിട്ട് കണ്ടു നോക്കാം. ബൈ.